ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് നമുക്ക് 30 ചെസ്റ്റ് അളവുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ നമുക്ക് ടോപ്പ് അല്ലെങ്കിൽ ഫ്രോക്ക് കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നെറ്റ് മെറ്റീരിയലും അതോടൊപ്പം തന്നെ ലൈനിങ് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കിയ തുണി 14 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻ്റ് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഷോൾഡർ ഇവിടെ നമുക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആം ഹോളും 5.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നേരെ കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് വരച്ചിരിക്കുകയാണ് 5.5 ഇഞ്ച് വെച്ചിട്ട്. ഇനി നമുക്ക് 5.5 കറക്റ്റായിട്ട് ലെങ്ത്ത് വെച്ചിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ യോജിച്ച് വരുമ്പോഴാണ് നമുക്ക് നേരെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചത്. ഇനി ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ച് തന്നെ ആം ഹോൾ മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ബൈ 4 ആണ് കാണേണ്ടത്. ഇവിടെ നമുക്ക് 7.5 ഇഞ്ചാണ്. 30 ഇഞ്ചിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ലൂസോടുകൂടി ഞാനിവിടെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കാണാമല്ലോ അല്ലേ, 8 ഇഞ്ച്. അതുപോലെ തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യുകയാണ്. ഇതേ രീതിയിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ 14 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ 14 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥാനത്ത് ഇവിടെ നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനേക്കാൾ 1 ഇഞ്ച് കുറവായിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അതായത് 9.5 ഇഞ്ചാണ് അവിടെ വന്നതെങ്കിൽ ഇവിടെ 8.5 ഇഞ്ച്. അതുപോലെ 1 ഇഞ്ച് കുറച്ച് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനാണ്, നമ്മൾ കട്ട് ചെയ്യാനുള്ളതാണ്. മറ്റേത് വരച്ചിരിക്കുന്നത് 1 ഇഞ്ചാണ് ഞാനിവിടെ ആം ഹോള് ഷേപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. 1 ഇഞ്ച് 1.25 ഇഞ്ച് അങ്ങനെ കിട്ടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഇത് കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഫ്രണ്ട് ആം ഹോളും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തയ്യൽ തുമ്പിന് മുമ്പായിട്ട് അതങ്ങനെ ആം ഹോൾ ഷേപ്പ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് 1.25 ഇഞ്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് 1/2 ഇഞ്ച് മാറ്റി വെച്ചിട്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്കിനായിട്ട് 5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ചാണ് നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തത് 2.5 ഇഞ്ചാണ്. ആ 2.5 ഇഞ്ച് തന്നെയാണ് വീണ്ടും ഇവിടെയും മാർക്ക് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് ഷേപ്പ് കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിലാണ് നെക്ക് ഡിസൈൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് 1/2 ഇഞ്ച് ഞാനിവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കുകയാണ്. 0.5 ഇത് മാർക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഒരു 3/4 ഇഞ്ച് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ലെവലാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ട് ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കണം. ഇങ്ങനെയാണ് ഷേപ്പ് കൊടുക്കേണ്ടത്. ഇനി കട്ട് ചെയ്യുകയാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് കൈ ആം ഹോളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ വരച്ചിരിക്കുന്ന ഭാഗം എടുത്തിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ കൈയൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. ഇതുണ്ട്. ഇനി നല്ല പീസാണ് നമ്മളിവിടെ വെട്ടിയെടുക്കുന്നത്. നെറ്റ് മെറ്റീരിയലായിരുന്നു. ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, പ്രിൻസസ് കട്ടാക്കി വെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെ നിന്നൊരു 3.5 ഇഞ്ചാണ് അല്ലെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. വണ്ണമുള്ളവർക്കാണെങ്കിൽ 3.5 ഇഞ്ച്. ആം ഹോളിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാം. ഇനി ഇവിടെ ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ 3 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്ന് ലൈൻ കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗത്തും വേണം. അതായത് ഒരു സൈഡിലാണല്ലോ നമ്മൾ വരച്ചിട്ടുള്ളൂ.
അതുകൊണ്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേ രീതിയിൽ വരച്ചെടുക്കാം. ഇത് അപ്പുറത്തെ ഭാഗത്തേക്ക് വരയ്ക്കുന്നത് ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഈ പോയിൻ്റ് ഒന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പോയിൻറ്റിൻ്റെ ഭാഗത്തും ഒരു ഡോട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ രീതിയിൽ വരച്ചെടുക്കാം. നമ്മൾ വരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുണ്ട്, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. കട്ട് ചെയ്യാതെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നെക്ക് അടിച്ചെടുക്കണം. ഇത് സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതേ രീതിയിൽ ഒരു പീസ്, അതായത് 9 ഇഞ്ച് വിഡ്ത്തും നമ്മുടെ ഇഷ്ടത്തിനുള്ള ലെങ്ത്ത്, നമുക്ക് എത്രയാണോ സ്ലീവ് വേണ്ടത് അതിൻ്റെ ലെങ്ത്ത് കൊടുക്കാം. ഇതുപോലൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, 9 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 4 മടക്കായിട്ട് ഇട്ടിരിക്കുന്ന മെറ്റീരിയലാണിത്. നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്ത പോലെ ഫോൾഡ് ചെയ്ത ഭാഗം വരണം. 3 ഇഞ്ചാണ്, 3, 2.5 അങ്ങനെ 2.5 ഇഞ്ച് കൊടുത്താലും മതി. 2.5 ഇഞ്ച് തന്നെ ഇങ്ങനെ ഇങ്ങോട്ടും കൊടുക്കാം. 2.5 ഇഞ്ച് തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതേ രീതിയിലൊന്ന് വരച്ച് ഷേപ്പാക്കി എടുക്കണം. ഇനി കൈവണ്ണത്തിൻ്റെ എവിടെയാണ്, ഏത് ഭാഗത്താണോ നമ്മൾ വണ്ണം എടുക്കുന്നത് ആ ഭാഗം ബൈ 2, അതായത് അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി ഈ പോയിൻറ്റുകൾ തമ്മിൽ നമുക്കിങ്ങനെയൊന്ന് വരച്ചെടുക്കാം. ഇതാണ് എളുപ്പ വഴിയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ മാർഗം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഇതാണ്. കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ബോഡി പാർട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ പ്ലീറ്റ്സ് ഇടാനായിട്ട് 1/3 എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് വരുന്നത്. ഇത് 2ആയിട്ട് മടക്കി ഇട്ടത് ഇത് കണ്ടല്ലോ, 2 പീസ് ഇതാണ്. ഇത് ഫസ്റ്റ് പാർട്ടിനും എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും 2 പാർട്ടിനുള്ളതാണ്. 2ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് 30 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളുടെ ലെങ്ത്ത് നമുക്ക് എടുക്കാം. ഇതേ രീതിയിലൊന്ന് എടുത്ത് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ നെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ മാറിപ്പോവും. ഇതേ രീതിയിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ നോച്ച് കൊടുത്ത് നമ്മൾ ചെയ്ത സ്റ്റിച്ച് വിട്ട് പോകാതെ തന്നെ, ആ ത്രെഡ് വിട്ട് പോകരുത്. അല്ലാതെ തന്നെ ഇത് കണ്ടല്ലോ മറിച്ചിടുന്നത്. ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം. ഓക്കെ, ഇതിലിങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതേ രീതിയിൽ എളുപ്പ വഴിയിൽ നെക്ക് അടിക്കുന്നതാണ് കേട്ടോ. സ്റ്റിഫ് ക്യാൻവാസ് അതൊന്നും വെക്കാതെ തന്നെ, പൈപ്പിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് റെഡിയായി. ഇതുപോലെ തന്നെ അടുത്ത പാർട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി പ്രിൻസസ് കട്ടിൻ്റെ മോഡലൊന്ന് അടിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് അടിച്ചെടുത്ത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രിൻസസ് കട്ട് ഇതുപോലെ പിടിക്കണം കേട്ടോ. ഇതുപോലെ പിടിച്ച് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒന്ന് മടക്കി പിടിക്കണം. ഓക്കെ, ഇതുപോലെ ഒന്ന് ആ പോയിൻ്റ് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റേ ഇത് കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. ഇതാണ് നല്ല ഭാഗം. ഈ നല്ല ഭാഗമാണ് ചേർത്ത് വയ്ക്കേണ്ടത്. ഇങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് എടുത്ത് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് എടുത്ത് ഇങ്ങോട്ട് മറിച്ച് വയ്ക്കാം.
ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് 4 പീസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്ത ഭാഗം ആ തുമ്പെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പോയി നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അതുപോലെ സ്കേർട്ട് പീസും കൂടി അറ്റാച്ച് ചെയ്യണം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി സ്ലീവ് നമുക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് വെക്കണം കേട്ടോ. ഈ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗത്ത് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് വയ്ക്കുമ്പോൾ നല്ല ഭാഗമാണ് ചേർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്കേർട്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതേ രീതിയിലൊന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് വലിയ പ്ലേറ്റ്സ് വേണം, ചെറിയ പ്ലേറ്റ്സ് വേണം, അത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഇടാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. 2 പാർട്ടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ പ്ലേറ്റ്സ് ഇട്ട് വെച്ചു. ഇത് കണ്ടോ, നല്ല ഭാഗം ചേർത്ത് വെച്ചു. ഇത് ബോഡി പാർട്ടാണ്. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് ഫ്രോക്ക് റെഡി ആയിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.